ഹലോ ഗായ്സ്, ഞാൻ ഉഴച്ച പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഗൈസ്, നമ്മൾ പിന്നെ വന്നിരിക്കുന്നത് നമ്മൾ മൈൻക്രാഫ്റ്റിൻ്റെ വീഡിയോ ആയിട്ടാണ് ഗൈസ്. അപ്പോൾ നമുക്ക് വീട്ടിലേക്ക് പോകാം ഗൈസ്. വേറെ നല്ല ഇപ്പം നമ്മൾ വീട്ടിൽ നമ്മൾ നിൽക്കുന്ന ഈ പൊളി പടിപൊളി വീട് നിൽക്കുകയാണ്. അണ്ടർഗ്രൗണ്ടിലേക്ക് ഒന്ന് വെറുതെ പോകണം ഗൈസ്. നമുക്കൊന്ന് എന്താണെന്ന് വെച്ചാൽ അണ്ടർഗ്രൗണ്ടിൽ പിന്നെ പോകാം ഗൈസ്. അതിന് മുമ്പ് കുറച്ച് പണിയുണ്ട്. ഇന്നെന്താ പരിപാടി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഗൈസ്, ഇന്നെന്ന് വെച്ചാൽ നമുക്ക് കുറച്ച് മൈൻ ചെയ്യണം ഗൈസ്. പിന്നെ നമുക്കിതൊരു അയണൊന്നും കിട്ടില്ല, നിങ്ങൾക്ക് അറിയായിരിക്കും ഗൈസ്. അയണൊന്നും കിട്ടില്ല. അപ്പം ഒരു മൈനിങ് കാര്യങ്ങളും ചെയ്യണം. ഓക്കെ, ഇവിടെ മീനൊക്കെ വന്നിനകത്ത് ഇരിക്കുന്നുണ്ട് ഗൈസ്. ഞാൻ വെറുതെ മീൻ കയറുക അതുകൊണ്ട് കുളമാക്കി വെച്ചാണ്. ഇത് കയറിയിട്ടുണ്ട് കേട്ടോ. ഒരു കാര്യം ചെയ്യാം, ഞങ്ങൾക്ക് വന്നാലോ. കിട്ടിയോ? അയ്യോ, മറ്റേ സാധനം വരുന്നുണ്ട്. എൻ്റെ അമ്മോ, അങ്ങനെ വന്നാൽ പിന്നെ നമ്മൾ തീർന്നു. ഓക്കെ, ഇത് ഗൈസ്, ഇത് എനിക്ക് മൂടണം ഗൈസ്. ഈ സാധനം എനിക്ക് മൂടണം. ഇവിടെ കണ്ടോ ഇതേമാതിരി ഞാൻ അന്ന് വെറുതെ രസത്തെ ആക്കി വെച്ചാൽ. പക്ഷേ ഇത് നമുക്ക് മൂടണം ഗൈസ്. നമുക്ക് മൂടണം. ഇത് നമുക്ക് ഇവിടെ മൊത്തം പ്ലെയിൻ ആക്കണം ഗൈസ്. കാരണം നമുക്കിവിടെ എന്തെങ്കിലുമൊക്കെ ബിൽഡ് ചെയ്യണമെങ്കിൽ നമുക്ക് ഇവിടെ തന്നെ സ്ഥലമുള്ളൂ. ഇപ്പം നമുക്ക് ചിക്കൻ ഇല്ലാതെ ഇരിക്കുമായിരുന്നു. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പോൾ നമുക്ക് ഇതങ്ങ് പൊട്ടിച്ചിട്ട് ഇവിടെ മൊത്തം ഡേർട്ടിട്ട് അടയ്ക്കാം ഗൈസ്. ഞാനന്ന് വെറുതെ രസത്തിന് അങ്ങ് ചെയ്തതായിരുന്നു ഇങ്ങനെ ആക്കി വെച്ചത്. പിന്നെ നമ്മുടെ വീറ്റ് ഫാമൊക്കെ നമ്മൾ കളഞ്ഞിട്ടാണ് നമുക്കിവിടെ മൊത്തം സെറ്റാക്കണം. അപ്പോൾ ഈ ഇന്ന് വേറെ പണിയുണ്ട്. നമ്മുടെ മെയിൻ പരിപാടി എന്ന് വെച്ചാൽ നമ്മുടെ വലിയൊരു വീറ്റ് ഫാം നമുക്കിവിടെ പണിയണം ഗൈസ്. ഇത്തിരി വലിയത് വേണമെന്നുണ്ടായി. അപ്പം അതൊന്നും നമുക്ക് പണിയണം. അപ്പോൾ നമ്മുടെ ഡേർട്ടുണ്ട് നോക്കട്ടെ ഗൈസ്. നമ്മുടെ ഡേർട്ടുണ്ട്. പിന്നെ നമുക്ക് 2-3 ചെസ്റ്റ് ഉണ്ടാവണം ഗൈസ്. ചെസ്റ്റൊന്നും നമ്മുടെ ഇല്ല. അപ്പം ചെസ്റ്റും കൂടെ ആക്കണം. ടോർച്ചൊന്ന് കൊത്തി എടുത്തേക്കാം. ഇപ്പോഴേ ഇതൊക്കെ കൊത്തി വെള്ളത്തിൽ പോയി. എൻ്റെ അവൻ ഇങ്ങോട്ട് വന്നാലും തോന്നി നമ്മളെ പിടിക്കാൻ. ഈ വെള്ളത്തിനൊരു ഭയങ്കര സീനായിട്ട്. ഇത് ഈ വെള്ളത്തിൻ്റെ ഇവിടെ കുറേ അധികം മൂടണം കേട്ടോ ഈ നമുക്ക്. പിന്നെ അവിടെ എൻ്റെ ഗ്ലാസിൻ്റെ പരിപാടി നമുക്ക് ഇവിടെ നോക്കി കാണാം ഗൈസ്. ഇവിടെ ഗ്ലാസിൻ്റെ ഓരോ പരിപാടി ചെയ്തിട്ടുണ്ട്. അതൊക്കെ പോയതാണ്, ചമ്മി പോയ കേസാണ് ഈ. ഓക്കെ, ഇവിടെ ഓക്കെ അതെടുത്ത് എടുക്കാമെന്നുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ മൊത്തം അങ്ങ് മൂടിയേക്കാം ഗൈസ്. ഇവിടെ മൂടണം. ടോർച്ച് എടുക്കണ്ടായിരുന്നല്ലോ. നമുക്ക് ഇവിടെ മൊത്തം ഡേർട്ടിട്ട് ഇവിടെ വെള്ളം അത് കുഴപ്പമില്ല. അങ്ങനെ ഇരുന്നോട്ടെ, സീനൊന്നുമില്ല. പിന്നെ പ്ലേ മാറ്റാം. ഓക്കെ, അപ്പം നമ്മുടെ വീറ്റ് ഉണ്ടായിരുന്നു. നമുക്ക് കുറച്ച് കിട്ടിയിട്ടുണ്ടായിരുന്നു. ആ വീറ്റ് നമുക്ക് ഡേർട്ട് 5 ഷവല് 2 ഉണ്ടല്ലോ. ഈ ഷവല് വേണ്ട. ഇപ്പം നമുക്ക് വീറ്റ് കൊണ്ടിട്ട് സംഭവം ആടുകൾക്ക് നമുക്ക് കൊടുക്കാം. ഈ ആടുകൾക്ക് ഇപ്പോൾ നമ്മൾ ആടുകളെ വളർത്തണം ഗൈസ്, എന്നാലേ കാര്യമുള്ളൂ. നമുക്ക് ബ്ലാക്കിന് കൊടുക്കാം ഒന്ന്. ഓക്കെ, എന്നടിച്ചോ. ഒരു വീറ്റുണ്ട്. ആ വീറ്റ് എന്നത്തിനുള്ള ഗൈസ്. ഈ ആടിന് കൊടുക്കാം. ഒന്ന് അടിച്ചു. ഓക്കെ, ആടിന് ഇട്ടിട്ടുണ്ട് ഗൈസ്. അവിടുത്തെ പുല്ലൊക്കെ തിന്നുന്നുണ്ട്. ഇവിടെ പുല്ല് പിടിച്ച് വരുന്നുണ്ട്. ഇപ്പോൾ ഏതാണ്ട് വൃത്തി ഗൈസ്. നമുക്ക് ഇവിടെ വെട്ടിട്ടില്ല. നമുക്ക് ഇതുവരെ അയൺ കിട്ടിയിട്ടില്ലായിരിക്കും, നിങ്ങൾക്ക് അറിയാമായിരിക്കും ഗൈസ്. നമുക്ക് അയൺ ഇതുവരെ കിട്ടിയിട്ടില്ല. അപ്പം ഈ സ്റ്റോൺ എടുത്തിട്ട് നമുക്ക് സ്റ്റോണിൻ്റെ പിക്കാക്സ് ഉണ്ടാക്കും. നമ്മുടെ പിക്കാക്സ് ഉണ്ടോ എന്ന് സംശയമുണ്ട് ഗൈസ്. ഇത് നോക്കണം ഗൈസ്. പിക്കാക്സും കാര്യങ്ങളൊക്കെ ആക്കുവാണെങ്കിൽ അടിപൊളിയായി. ഓക്കെ, ഇപ്പോൾ രാവിലെ ആണല്ലോ ഗൈസ്. പിന്നെന്താണ് ഈ സ്കെൽട്ടൻ വിളിക്കുന്നത്? പിന്നെ ആകാശമൊക്കെ ഉണ്ട് ഗൈസ്. അടിപൊളി ഗൈസ്. നോക്കി, ആകാശമൊക്കെ റിയൽ ലൈഫ് ആകാശം പോലെ. ഷെയ്ഡർ ആട്ടോ. ഷെയ്ഡർ ഇതെന്ന് വെച്ചാൽ ഷെയ്ഡർ മോഡ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ആപ്പുണ്ട് ഗൈസ്. ആ ഒരു ആപ്പ് കയറിയിട്ട് അതിനകത്ത് ഫാൻസി ഷെയ്ഡർ എന്ന് പറഞ്ഞാൽ എടുത്ത് നോക്കിയാൽ മതി. കണ്ടോ, പുല്ലൊക്കെ അനങ്ങുന്നുണ്ട് ഗൈസ്. കണ്ടോ, അതാണ് നല്ല എനിക്കിഷ്ടപ്പെട്ടതിൽ ഒന്നാണ് ഗൈസ്. എനിക്കിഷ്ടപ്പെട്ടതിൽ ഒന്നാണിത്. അപ്പോൾ അതിൻ്റെ ഇങ്ങോട്ട് പോകുന്നത് ഗൈസ്. നമുക്ക് മൈനിങ് കാര്യങ്ങൾ ജസ്റ്റ് ചെയ്ത് നോക്കാം. നമുക്ക് ജസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ ഇവിടെയാണ് നമ്മുടെ മൈനിങ് കാര്യങ്ങളൊക്കെ. എന്തേത് പോകത്തില്ലേ? അയ്യോ, ഇറങ്ങിപ്പോയി. എനിക്ക് പോണേ. ഇവിടെ ഇങ്ങനെ ആക്കിയാലേ എനിക്ക് ഇറങ്ങാൻ പോകാൻ പറ്റത്തുള്ളൂ ഗൈസ്. ഓക്കെ, അപ്പം 12-ലൊക്കെ പോയി നോക്കിയാണ് ഞാൻ പറഞ്ഞത്. 12 താഴോട്ടാണോ? ഗൈസ്, 12 പോകാനാണ് പറഞ്ഞത്. 12 വൈ ആക്സിസ് 12-ൽ കുറേ സാധനങ്ങൾ. അതിന് മുമ്പ് എൻ്റെ സ്റ്റോണിൻ്റെ ഒന്നുണ്ടല്ലേ. ഓക്കെ, 12-ലോട്ട് പോകാനാണ് പറഞ്ഞത്. നമുക്ക് ഇവിടെ എന്ത് വരുന്നത് ഗൈസ്? എല്ലാം മറന്നു ഗൈസ്. കളിച്ചിട്ട് ഇങ്ങോട്ട് വന്നിട്ട് തന്നെ വർഷങ്ങളായി. ഇവിടെ എന്തൊക്കെയോ കാണിച്ചു വെച്ചിട്ടുണ്ടായി. ഇവിടെ മറ്റേ കേവ് ഗൈസ്. ശരിയാ, ഇവിടെ കേവ് ഉണ്ടായിരുന്നേ.
നമുക്ക് ഇങ്ങോട്ട് വെറുതെ പോയി നോക്കിയാലോ. രാവിലെയാ എനിക്കൊന്ന് ഇങ്ങോട്ട് ഓപ്പണിംഗ് ഉണ്ടോ? എൻ്റെ അമ്മോ, അയ്യോ എൻ്റെ മോനെ സീനെ. വേഗം തുറന്നിട്ടങ്ങ് അടിച്ച് കൊന്നാലും. ഓ എൻ്റെ മോനെ കൊന്ന്. ഞാൻ എന്തിനാ തുറന്നതെന്ന് എനിക്കിപ്പോഴും ഇവിടെ വെറുതെ ഒരു പണിയില്ലാണ്ട് ചാടിപ്പിച്ചെന്നാണ്. അവനിപ്പം ഇങ്ങോട്ട് കയറി കഴിയും. കയറി വന്നാൽ നമ്മളെ കൊല്ലാനൊന്നുമില്ല. ഓ എന്ത് സോംബി? അത് കുഞ്ഞു സോംബി. ശരി. അതായിരിക്കും നല്ലത്. 12 പോകണമെന്നാണ്. ഇവിടുന്ന് എത്ര പോയാലും 12 നിങ്ങൾ ആലോചിച്ച് നോക്കി. 12 പോകണം. 12ലാണ് സംഭവം ഉള്ളതെന്നാണ് എനിക്കിതിനെ പറ്റി അത്ര പിടിയില്ല. അപ്പം 12 പോകാൻ അത് ഭയങ്കര വലുതായിപ്പോയില്ലേ. ഇടാം ഗൈസ്. ഇവിടെ നിന്ന് ഇങ്ങനെ പോയി ഉണ്ടെങ്കിൽ ഇതിപ്പോൾ പൊട്ടും ഗൈസ്. പറഞ്ഞില്ല. ഇച്ചും കൂടെ എളുപ്പമാവാൻ ഇതെടുക്കാം. എന്തെങ്കിലും കിട്ടുമല്ലോ നമുക്ക് നോക്കാമല്ലോ. അതുവരെ കുഴിക്കാമല്ലോ ഗൈസ്. ടോർച്ച് 3 ഉള്ളൂ. ശരി എന്നാ ടോർച്ച് 3 ഉള്ളൂ. എൻ്റെ മോനെ ടോർച്ച് 3 ഉള്ളൂ ഗൈസ്. എന്നാൽ മിക്കവാറും നമ്മൾ താഴെ 12 പോയത് തന്നെ. ഇങ്ങനെ നേരെ പോയാലോ ഗൈസ്? ഒരു പ്രാവശ്യം നമുക്ക് ഇങ്ങനെ നേരെ പോയി നോക്കാം. എന്നിട്ട് നമുക്ക് തിരിച്ചു വരാം. 12 വരെ അല്ല പോകാൻ വഴി ഗൈസ്. കുറച്ച് നേരെ പോവാം. ഭയങ്കര ഇഷ്ടപ്പെടാനുള്ള ഗൈസ്. ഓക്കെ, ലാസ്റ്റ് ഫൈനൽ ടോർച്ച് നമ്മൾ കുത്തി വെക്കാൻ പോവാണ്. മണ്ടയ്ക്കോട്ട് വല്ലതും കിട്ടിയാലും നമുക്ക് നമ്മൾ നോക്കിയില്ല. ഒന്നും പറയണ്ട ഗൈസ്. 12 ഇതാണ് ഗൈസ്. 12 ഇതാണ് 12 എന്ന് പറയുന്നത്. നമുക്കിവിടെ ഒഴിച്ച് നോക്കിയാലും കിട്ടും. നമുക്ക് നോക്കാം ഗൈസ്. 12 എന്തെങ്കിലുമൊക്കെ കിട്ടുമെന്നാണ് പറഞ്ഞത്. ഇവിടെ 12. ഓ എൻ്റെ മോനെ ഗൈസ്. ഓക്കെ ഞാൻ തന്നെ പറയുന്നത് അഭിജിത്ത് ബ്രോയ്ക്ക് വളരെ താങ്ക്സ് ഉണ്ട്. 12 കിട്ടുമെന്നൊക്കെ ഞാൻ അഭിജിത്ത് ബ്രോ പറഞ്ഞപ്പോഴാണ് ഞാൻ അറിഞ്ഞത്. ഓ എൻ്റെ മോനെ നമുക്ക് അയൺ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഒരു നല്ല കാര്യമാണ് അത്. 12 കിട്ടുമെന്നൊക്കെ ഞാൻ അഭിജിത്ത് ബ്രോ പറഞ്ഞപ്പോഴാണ്. അപ്പം അഭിജിത്ത് ബ്രോയുടെ ചാനൽ സബ് ചെയ്യാത്തന്നെ സബ് ചെയ്സ്. അപ്പം അഭിജിത്ത് ബ്രോ പറഞ്ഞതാണ് എനിക്ക്. അഭിജിത്ത് ബ്രോയും ഇതേപോലെ മൈൻക്രാഫ്റ്റിൻ്റെ വീഡിയോ ഇടുന്നതാണ്. ആ ചാനലൊന്ന് ജസ്റ്റ് ചെക്കൗട്ട് ചെയ്സ് നോക്കുക. അല്ലെ സബ് ചെയ്യുക കേട്ടോ ആ ചാനലിന്. ഇത് അടുത്തായാണ് എൻ്റെ മണി. ഞാനത് പറയണമെന്ന് വെച്ചായിരുന്നു കഴിഞ്ഞ വീഡിയോയിൽ, പക്ഷെ പറഞ്ഞില്ല. എന്തൊരു മ്യൂസിക് കേൾക്കുന്നത്. ഒരു നല്ല കാര്യമാണ്. നമുക്ക് ഇനി ഇവിടെ വന്നിട്ട് ഇനിയും കുഴിച്ച് നോക്കാം ഗൈസ്. നമുക്ക് വെറുതെ കുഴിച്ച് നോക്കാം. ഏതായാലും ഇവിടെ എന്തെങ്കിലുമൊക്കെ ഉണ്ടായിരിക്കും. 12 ഇവിടെ മൊത്തം ഉണ്ടല്ലോ. ഇത് മൊത്തം 12 അല്ലേ. പിന്നെ ഒന്ന് അടച്ചിട്ടേക്കാം. നമുക്കിവിടെ നമ്മൾ ഫാർമസിയിൽ സാധനം വെച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, നമുക്ക് ചെസ്റ്റ് ഉണ്ടാക്കേണ്ട അത്യാവശ്യമുണ്ട്. നമ്മുടെ ചെസ്റ്റിൽ വുഡുണ്ട്. നോക്കാം. വുഡ് ഇല്ല. ഇതിൻ്റെ സാധനം ബ്രൗൺ വുഡ്, കോപ്പറുണ്ട്, പിന്നെ കുറേ ഈ സാധനം ഉണ്ട്. നമുക്ക് ഏതായാലും സ്റ്റിക്ക് ഉണ്ടാക്കിയാലോ? സ്റ്റിക്ക് ഉണ്ടാക്കാൻ പറ്റത്തില്ല. സ്റ്റിക്ക് ഉണ്ടാക്കാനുള്ള സാധനങ്ങൾ നമ്മുടെ ഇല്ല. ടോർച്ച് ഉണ്ടാക്കാമെന്ന് പറയുന്നത്. ഓക്കെ, ഒരു 4 ടോർച്ചും കൂടെ ഉണ്ടാക്കി വെക്കാം. അതായിരിക്കും നല്ലത്. ഓക്കെ, ഒരു 4 ടോർച്ച് അല്ല 6 ടോർച്ചായി. ഇപ്പം മൊത്തത്തിൽ 6 ടോർച്ചായി. നമ്മൾ ചെസ്റ്റ് ഉണ്ടാക്കണം ഗൈസ് അത്യാവശ്യമായിട്ട്. ഇപ്പോൾ ഏതായാലും രാത്രിയായി. മഴയാണ് ഗൈസ്. മഴയാണ്. കിടന്നുറങ്ങാം. ഗൈസ് രാവിലെ ആയിട്ടുണ്ട്. അടിപൊളിയായി സംഭവം. മഴ പോയില്ല. ഗൈസ് ക്രീപ്പർ ഇപ്പോൾ ഉണ്ട് ഗൈസ്. അവിടെ ക്രീപ്പർ ഇപ്പോൾ ഉണ്ട്. ഓ എൻ്റെ മോനെ, മഴ പോകത്തില്ലേ. ചിലപ്പോൾ നമുക്ക് ഏതായാലും നമ്മുടെ പരിപാടി തുടങ്ങാനുള്ള സമയം നമുക്ക് മുമ്പിൽ തന്നെ നിൽപ്പുണ്ട്. എന്ത് മനുഷ്യനാണ് ഇത്. നമുക്ക് ഇവിടെ പണിയില്ല. അയൺ നമുക്ക് ഫർണസി വെച്ചിട്ട് പോകാതായിരിക്കും നല്ലത്. അയൺ നമുക്ക് ഇവിടെ വെക്കാം. ഇതെടുത്ത് മാറ്റാം. എന്നിട്ട് കരിയിൽ വെക്കാം ഗൈസ്. അതായിരിക്കും ഭേദം. ഓക്കെ, നമ്മുടെ ചാളി ഇപ്പോൾ ഉണ്ട്. നമുക്ക് ഏതായാലും ഞാൻ പറഞ്ഞില്ലേ നമ്മുടെ ഫാം നമുക്ക് വലുതാക്കണം. അപ്പോൾ നമുക്ക് ചാളിന്
ചാളിനെ കൂട്ടിക്കൊണ്ട് വരാം ഗൈസ്. ചാളി ബ്രോ വാടാ വാടാ ചാളി വാടാ വാടാ ബാ. ഇന്ന് സെറ്റാണ് ബ്രോ, ചാളി വാ. പിന്നെ അല്ല, അയ്യോ ക്രീപ്പറെല്ലാം കണക്കുണ്ട്. പോട്ട് നമുക്ക് ഫാം ഉണ്ടാക്കണം ഗൈസ്, വലിയൊരു ഫാം ഉണ്ടാക്കണം. അപ്പം അതെവിടെ ഉണ്ടാക്കാനെന്ന് പറഞ്ഞു ഗൈസ്, വേറെ എവിടെയില്ല. ഇവനെ ഫുഡ് കൊടുക്കാൻ വേണ്ടി നമ്മൾ ചിക്കൻ മേടിച്ചിട്ടുണ്ടായിരുന്നു. ഇതല്ലേ ചിക്കൻ, നമുക്ക് ചിക്കൻ കൊടുക്കാം. പിന്നല്ല ചിക്കൻ കൊടുത്തിട്ടുണ്ട് ഗൈസ്. ഓക്കെ, ഇപ്പം ഞാൻ പറഞ്ഞ എവിടെയാണ് നമ്മൾ ഫാം ഉണ്ടാക്കുന്നത് ചേച്ചി, നമുക്ക് ഈ മണ്ടയ്ക്കോട്ട് പോയിട്ട് ഫാം ഉണ്ടാക്കാമെന്ന് ഞാൻ വിചാരിക്കുന്നത് ഗൈസ്. ഇല്ല ഓഹ്, ഇവിടെ ഡേർട്ടിട്ട് മൂടേണ്ട വരുമല്ലോ ഗൈസ്. ഇത് നമ്മൾ ക്രീപ്പറിനെ പൊട്ടിക്കുന്ന സ്ഥലമല്ല ഗൈസ്, ക്രീപ്പറിനെ പൊട്ടിക്കുന്ന അപ്പുറ സൈഡാണ്. ഇവിടെ നമുക്ക് വെച്ച് അടയ്ക്കാം. അപ്പോൾ ഇത് മൊത്തത്തിൽ അടച്ച് വെച്ചിട്ടുണ്ട്. ഈ മൊത്തം അടച്ച് വെച്ച് നമ്മുടെ ചാളെടുപ്പുണ്ടൊക്കെ. ഇപ്പോൾ നമ്മൾ ക്രീപ്പറൊക്കെ വന്ന് പൊട്ടുന്ന സ്ഥലം ഇതാട്ടോ. ഇതാണ് ക്രീപ്പർ വന്ന് പൊട്ടുന്ന സ്ഥലമാണ്. കരിയിലേക്ക് അങ്ങ് എടുത്തേക്കാൻ തോന്നി, കരിയിലേക്ക് അങ്ങ് വെറുതെ എടുത്തേക്ക് ആവശ്യം വരും. ഓക്കെ, അപ്പോൾ നമ്മൾ എന്നാന്നറിയാം, നമ്മുടെ ഇപ്പോൾ 15 ഉണ്ട്. അപ്പം നമുക്ക് ഒരു വീറ്റ് ഫാം വലിയ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പം വീറ്റ് ഫാം ഉണ്ടാക്കാൻ നല്ല കാര്യമാണ്. അപ്പം നമ്മളെവിടെ ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങോട്ട് ഉണ്ടാക്കിയാലാണ് വിചാരിക്കുന്നത്. ഈ സൈഡിലേക്ക് ആക്കാമല്ലോ എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. നമുക്ക് കുറച്ചധികം സ്ഥലമൊക്കെ എടുത്ത് വീറ്റ് ഫാം ഉണ്ടാക്കണം. പിന്നെ ഈ ഒരു എന്താ പറയുക, നമ്മുടെ ഈ ഒരു പുഴ ഉണ്ടല്ലോ, ഈ പുഴയുടെ അപ്പുറത്തോട്ട് ഇനിയും വലിയ നല്ല അടിപൊളി സ്ഥലമുണ്ട് കിടപ്പ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇവിടെ വീറ്റ് ഫാം ആക്കിയാൽ ഇപ്പോൾ പ്രശ്നമില്ല. ഇതൊന്ന് മൊത്തത്തിൽ ഒന്ന് ഇതാക്കട്ടെ, ഇതൊക്കെ ഒന്ന് കളയാം. സ്റ്റോണിൻ്റെ ആണിപ്പം സ്റ്റൗവിൽ നമ്മൾ ഇരിക്കുന്നത്. നമ്മുടെ സോൾ എങ്ങോട്ട് പോയി ഒരു പിടിയില്ല. അത് നമ്മളിവിടെ ഉണ്ടാക്കിയതായിരുന്നു കാണുന്നതൊക്കെ. വീറ്റ് ഫാം അല്ലേ നമുക്ക് ആവശ്യം വന്നാൽ. അയ്യോ ഉണ്ട്, നമ്മൾ എന്നാ കാണിച്ച ഓക്കെ. ഓക്കെ, അപ്പോൾ നമുക്ക് സാധനം ഉണ്ടാക്കണം. ഈ സൈന് നമുക്ക് എന്താ പറയുക, ബക്കറ്റ് ഉണ്ടാക്കണം. വീറ്റ് ഫാമൊക്കെ ആക്കുന്നതിന് മുമ്പ് വീറ്റ് ഫാമൊക്കെ ആക്കുന്നതിന് മുമ്പ് നമുക്ക് ബക്കറ്റ് ഉണ്ടാക്കണം. പക്ഷെ അതിന് ബക്കറ്റ് ഉണ്ടാക്കാൻ നമ്മുടെ ഉള്ള അയണൊന്നും പോരാ ഗൈസ്. അതാണ് ഏറ്റവും വലിയ പ്രശ്നം. നമുക്ക് ആകെ 2 അയണം കിട്ടിയിട്ടുള്ളൂ. ആ 2 അയണം കൊണ്ടൊന്നും ബക്കറ്റാക്കാൻ മേല. അതുകൊണ്ട് ടോർച്ച് എടുത്തുകൊണ്ട് നമുക്ക് ഒന്നുകൂടെ മൈനിങ് കാര്യങ്ങളൊക്കെ പോകണം. അതൊരു കാര്യമാണ്, മൈനിങ് കാര്യങ്ങളൊക്കെ പോകണം. അപ്പം വീറ്റ് ഫാം ഇന്നുണ്ടാക്കാമെന്ന് വിചാരിച്ചിരുന്നു. അപ്പം അയൺ കിട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ആക്കാമായിരുന്നു. അല്ലേ പിന്നെ വീറ്റ് ഫാം ആക്കുന്നത് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. ഓട്ടോമാറ്റിക് വീറ്റ് ഫാം ഒന്നുമല്ലല്ലോ ആക്കുന്നത്. അന്നേരം പ്രത്യേകിച്ച് ആവശ്യമൊന്നുമില്ല. അതിപ്പം അടുത്ത എപ്പിസോഡിലാണെങ്കിൽ പോലും ഞാൻ ഓൾറെഡി പണിത് വെച്ചിട്ടുണ്ടാകും ചിലപ്പം. അല്ല, അടുത്ത എപ്പിസോഡിലാണെങ്കിൽ പോലും ചിലപ്പോൾ പണിയാൻ നോക്കാം. അതുകൊണ്ട് സീനൊന്നുമില്ല. ഇവനോടുന്നോ നീ ഇവിടെ ഇരുന്നു, അവൻ കൂടിച്ചൊന്നും ശരിയാവൂല. ഈ ചാളി കുറച്ച് കുർത്തക്കേടുള്ള ആളാണ്, അതുകൊണ്ട് വന്നാൽ ശരിയാകത്തില്ല. നമുക്ക് ഇങ്ങോട്ടാണ് ചോദിച്ചു പോകണം. നമ്മുടെ ഇപ്പോൾ ടോർച്ച് ഒരു 6 ഉണ്ട്. 6 കൊണ്ട് നമുക്ക് എന്തായാലും ഒപ്പിക്കാം. ഇതിൻ്റെ കാലാവധി കഴിയാനായി. പറഞ്ഞ പോലെ നമ്മൾ ചെസ്റ്റ് ഉണ്ടാക്കിയില്ല. നമുക്ക് ചെസ്റ്റ് ഉണ്ടാക്കിയിട്ട് വരാം. ബാ ചെസ്റ്റ് ഉണ്ടാക്കിയിട്ട് വരാം ഗൈസ്. ഈ ചെസ്റ്റ് ഉണ്ടാക്കണം. ചാളി വരുന്നില്ല, ചാളി എന്ത്? അയ്യോ അറിയാതെ വന്നാണേ, എന്നെ ക്ഷമിക്കണേ.
പട്ടി എന്താണ് ഈ ഇങ്ങോട്ട് വരാത്ത? നമ്മളവിടെ ഇരുത്തൊന്നുമല്ലേ, ഇരുത്തിയില്ലല്ലോ നമ്മൾ. ഓക്കെ, നമുക്ക് ഏതായാലും ഞാൻ പറഞ്ഞു ഓക്കെ. അപ്പോൾ ഞാൻ പറഞ്ഞ ലീസ് നമുക്ക് എന്താണ് വുഡാണ് ഇപ്പോൾ വേണ്ടത്. ആക്സിഡൻറ്റ് കോബിൾസ്റ്റോൺ ഒന്നേ ഉള്ളൂ. കോബിൾസ്റ്റോൺ 64 കിട്ടിയിരുന്നുണ്ട്. അപ്പം നമുക്ക് ആദ്യം പോയിട്ട് നമുക്ക് നമ്മുടെ വുഡും കാര്യങ്ങളൊന്ന് കളക്ട് ചെയ്തിട്ട് വരാം ഗൈസ്. ഓക്കെ, ഇവിടെ ഒരു ബുക്കുണ്ട്. നമുക്ക് പ്രത്യേകിച്ച് പെട്ടെന്ന് നമുക്ക് ആവശ്യമുള്ളത്ര മാത്രം എടുക്കാം ഗൈസ്. ബാക്കി പിന്നെ നമുക്ക് മൊത്തം അങ്ങ് എടുക്കാം. നമുക്ക് വേറെ ഓപ്ഷൻ ഇല്ല. നമുക്ക് തൽക്കാലം സ്റ്റോർ ചെയ്യാനുള്ളതൊക്കെ ഇവിടെ വെക്കാം ഗൈസ്. നമുക്ക് ഇഷ്ടംപോലെയൊക്കെ ഉണ്ട്. സ്റ്റോണും കാര്യങ്ങളും എല്ലാം വെക്കേണ്ട സ്ഥലം വേറെയാണ് ഗൈസ്, അത് ഞാൻ പറയാം. ഓക്കെ, ലെഡ് 6 ഇവിടെ അവിടെ ഇരുന്നോട്ടെ. കരിയില കുറച്ചും കൂടെ കിട്ടിയിട്ടുണ്ട്. ഇത് വുഡ് ഐറ്റംസ് ഒക്കെ അവിടെ ഇരുന്നോട്ടെ ഗൈസ്. നമുക്ക് തൽക്കാലം അടുത്ത ഇതിനകത്തോട്ട് മൊത്തം സ്റ്റോണിൻ്റെ പരിപാടിയാണ്. ഈ സ്റ്റോൺ വെച്ചുള്ള പരിപാടിയാണ് ഇതിനകത്ത് മൊത്തം. അപ്പുറത്തിനകത്ത് ഉണ്ടായിരുന്നില്ല. മറ്റേ പെട്ടിക്കകത്ത് ഇഷ്ടംപോലെ സ്റ്റോൺ ഉണ്ടായിരുന്നു ഗൈസ്. ഇതിനകത്ത് ഇഷ്ടം പോലെ സ്റ്റോൺ ഉണ്ട്. ഇവിടെ കൊണ്ടുവെക്കാം. ഓക്കെ, വെട്ടിയെടുക്കാം ഗൈസ് പ്ലാന്റ്സും കാര്യങ്ങളൊക്കെ. ഗൈസ് നൈറ്റ് ആയിട്ടുണ്ട് എൻ്റെ മോനെ. ഇതല്ല വേണ്ട, എൻ്റെ മോനെ അതൊന്നും അല്ല വേണ്ട ബ്രോ. കുഴിയൊന്നും ഇല്ലല്ലോ. മാരിപ്പോകാൻ തൽക്കാലത്തേക്കുള്ള കിട്ടിയിട്ടുണ്ട്. ഓടിപ്പോക്കോ, ഇപ്പം അമ്മ സ്പോണാവും. അയ്യോ അമ്മ ഇപ്പോൾ സ്പോണാവും ഗൈസ്. എന്താ പിന്നെ ചാട്ടമായിരുന്നത്. ഓക്കെ നമ്മുടെ ചാളി ഓടിക്കുന്നു. നമുക്ക് ഇത് അടച്ചാൽ ഗൈസ്. ഓക്കെ, ഇപ്പോൾ ഇവിടെ നടക്കാം. ഇതിന് മുമ്പ് നമുക്ക് നമ്മുടെ വുഡ് നമ്മൾ കളക്ട് ചെയ്ത് വുഡ് അല്ലേ ഓക്കിലോഗ് എടുത്തിട്ട് കുറച്ച് പ്ലാങ്ക്സ് ഉണ്ടാക്കി വെച്ചിട്ട് നമുക്ക് സ്റ്റിക്ക് കിട്ടിയില്ലേ? നമ്മുടെ സ്റ്റിക്ക് നമ്മുടെ സ്റ്റിക്ക് ഷീൽഡ് പറ്റും. പിന്നെ ഷീൽഡ് ഉണ്ടാക്കാൻ പറ്റും. നമുക്ക് കുറച്ച് അയം കിട്ടട്ടെ, എന്നിട്ട് നമുക്ക് ഇതൊക്കെ നോക്കാം. അല്ലേ ശരിയാവില്ല. നമുക്ക് സ്റ്റിക്ക് കിട്ടിയായിരുന്നു. അതെങ്ങോട്ടാണ് സ്റ്റിക്ക് നമ്മളെ കിട്ടിയ സ്റ്റിക്കും കാര്യങ്ങളും നമ്മുടെ സ്റ്റിക്ക് എങ്ങോട്ട് പോയി അറിയാൻ പാടില്ല. അത് തുറക്കാൻ പറ്റത്തില്ല. ശരി, ഇത് തുറക്കാൻ പറ്റത്തില്ല. അത് കുഴപ്പമില്ല. നമ്മുടെ കുറേ സ്റ്റിക്ക് നമ്മൾ ആക്കിയെന്ന്. അതെങ്ങോട്ടാ പോയേ? നമ്മൾ കുറേ സ്റ്റിക്ക് വെച്ച് നമ്മൾ മൊത്തത്തിൽ എന്താ പറയുക, ഷീൻ തന്നെ. 16 ഇത്ര സ്റ്റിക്ക് മതി. ഇരുന്നോട്ടെ. ഓക്കെ, കോബിൾ സ്റ്റോൺ എടുത്ത് കൈപ്പ് ചെയ്യുക. എന്നിട്ട് നമുക്ക് കോബിൾ സ്റ്റോണിൻ്റെ ഇത് വെച്ചിട്ടാണ് ഈ കോബിൾ സ്റ്റോൺ എടുത്ത് ഇതിനകത്തുനിന്നൊരു 32 മതി. ഇനി നമുക്ക് ഉണ്ടാക്കാമല്ലോ. യെസ് ഓഫ് കോഴ്സ്. നമുക്ക് ഒരു സോഡ് ഇവിടെ ഇരിക്കട്ടെ. ഒരു പിക്കാക്സ്, കോബിൾ സ്റ്റോൺ അവിടെ കൊണ്ട് വെക്കണം. അവിടെ ഇരിക്കട്ടെ. പിന്നെ ഇതേപോലത്തെ ഒരു പിക്കാക്സും കൂടെ ഇവിടെ ഇട്ടാൽ തന്നെ വന്നോളൂ. പിന്നെന്താണ് ഈ വേണ്ടേ? നമുക്ക് ഒരു ഷവലും ഉണ്ടാക്കാം. ഒരു സോഡും ഉണ്ടാക്കാം. ഒരു സോഡും കൂടെ കിട്ടിയിട്ടുണ്ട്. അടിപൊളി. ഈ ഷീർ ഉണ്ടാക്കാൻ പറ്റും. അതൊക്കെ പിന്നെ ഉണ്ടാക്കാം ഗൈസ്. അപ്പോൾ തൽക്കാലം നമുക്ക് ഇത്ര സാധനം കിട്ടി. വാലൊക്കെ അടച്ചില്ലേ? വാലടച്ച് നമുക്ക് കിടന്നുറങ്ങാം. കിടന്നുറങ്ങാൻ സുഹൃത്തുക്കളെ. ഓക്കെ, നമ്മൾ കിടന്നുറങ്ങി കേട്ടിട്ടുണ്ട്. നമുക്ക് നേരെ പോയി നമ്മളെ പണി തുടങ്ങാം. വേറെ ഒന്നുമല്ല, നമുക്ക് പോയി കുഴിച്ച് അയണം എന്തെങ്കിലും കിട്ടുമെന്ന് ഗൈസ്. താഴോട്ട് ഇറങ്ങാൻ പറ്റുന്നില്ലോ. എന്തത് ചാടി ഒന്ന് ഇറങ്ങണോ? അങ്ങനെയല്ലേ സംഭവം. ഓക്കെ, നമുക്ക് വേഗം നമ്മുടെ പരിപാടി തുടങ്ങാം. എൻ്റെ മോനെ, നമ്മുടെ മെയിൻ പരിപാടി അങ്ങ് നമുക്ക് തുടങ്ങാം ഗൈസ്. ഇവിടെയായിരുന്നല്ലോ അല്ലേ? ഇവിടെയല്ലോ ഗൈസ്. ഓക്കെ,
നേരെ താഴേക്ക് പോവാം. എന്നിട്ട് നമുക്ക് കോണി ഉണ്ടായിരുന്നു ഈസ് നമ്മുടെ കയ്യിൽ. അത് കുഴപ്പമില്ല, കാരണം നമുക്കിപ്പം എടുക്കാണ്ടി പോകുന്നല്ലേ, ഇങ്ങനെ പോവാം. താഴെ വെട്ടം ഉണ്ടായിരുന്നു തോന്നുന്നില്ല ഈസ്, എനിക്ക് ഓർമ്മയില്ല. അപ്പോൾ പൊട്ടായിരുന്നു മതിയായിരുന്നു. പൊട്ടീസ് പേടിക്കണം, നമ്മുടെ ഇഷ്ടം പോലെ ഇരിക്കുന്നുണ്ട് സാധനം ഇരിപ്പുണ്ട് ഇവിടെ. താഴോട്ട് തന്നെയാണ് നമുക്ക് പോകുന്നത്. വെട്ടമില്ലായിരുന്നല്ലേ. ടോർച്ച് എടുത്ത് ഇങ്ങോട്ട് വെക്കാൻ പറഞ്ഞു. ടോർച്ച് എടുത്ത് വെക്കാം. 38 ടോർച്ച്. ഇനി എന്തോ വേണം ഗൈസ്. 38 ടോർച്ച് വേണമെങ്കിൽ വെക്കാം. ഓക്കെ, നമ്മൾ ഇവിടെ ഇരുന്ന് കുഴിച്ചുകൊണ്ടിരുന്നത്. നമുക്ക് കുഴിക്കാൻ തുടങ്ങുന്ന സുഹൃത്തുക്കളെ. 12ലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. 12 മൊത്തം അരിച്ചു വറക്കാം, എന്തെങ്കിലും കിട്ടുമോ ഗൈസ്? കാരണം നല്ലതാണ്. എന്തെങ്കിലും കിട്ടിയാൽ മതി ഗൈസ്. ഇവിടെ 12 ആയതുകൊണ്ടാണ് ഞാനിങ്ങനെ 12 നിങ്ങൾ പറഞ്ഞത് സത്യമായിരുന്നു കേട്ടോ. ഞാനിങ്ങനെ കേട്ടിട്ടുണ്ട്, പക്ഷെ എനിക്ക് അങ്ങനെ ഞാൻ ഇന്നുവരെ 12 നോക്കി പോയിട്ടുമില്ല. ആ 12 ചായ എനിക്ക് ഓർമ്മയുമില്ലായിരുന്നു. ഇങ്ങനെ ഇന്ന സ്ഥലത്തെന്തോ ഇങ്ങനെ കിട്ടുമെന്ന് എനിക്കറിയായിരുന്നു ഈസ്. അങ്ങനെ പറഞ്ഞപ്പം അഭിജിത്ത് ബ്രോ എനിക്ക് കമൻറ്റ് ഇട്ടു, 12 നോക്കിയിട്ടുണ്ടെങ്കിൽ അയണൊക്കെ കിട്ടുമെന്ന് പറഞ്ഞെന്ന് അറിഞ്ഞൊക്കെ. ഇവിടെ ഇതാണോ ഞാൻ വിളിച്ച അയണാണ്. ഇവിടെ ഒന്നും ഒന്നും ചാടി വരായിരുന്നാൽ മതിയായിരുന്നു മറ്റേ പോലെ. ഇവിടെ ടോർച്ച് വെച്ചേക്കാം. ഓക്കെ, ഒച്ച കേൾക്കുന്നുണ്ട് കേട്ടോ. ഇവിടെ എവിടെയും കേവുണ്ടോ? എന്നാൽ പണി പാളി. ഇവിടെയൊക്കെ നമുക്ക് ക്ലീൻ ഏരിയ പോലെ ആക്കി വെക്കാം ഗൈസ്, അതായിരിക്കും നല്ലത്. ഇവിടെ നമ്മളിങ്ങനെ ക്ലീൻ സെറ്റപ്പ് പോലെ ആക്കി വെച്ചിട്ടുണ്ട്. ഇത് അണ്ടർഗ്രൗണ്ട് പോലെ ആയാലും ഇത് ചെയ്യാൻ നോക്കി. ഇവിടെയൊക്കെ വെറുതെ നോക്കാം. ഓക്കെ, അയാളൊന്നും ഇനി കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇനി ഇവിടെ ഉണ്ടാവായിരിക്കും, പക്ഷെ നമുക്ക് ഇനി കുറേ തപ്പേണ്ടി വരും എല്ലാ അയണും കിട്ടണമെങ്കിൽ. ഇവിടെ തന്നെ തപ്പി നോക്കാം ഗൈസ്. 12 എന്തോ വലിയ സംഭവം എനിക്ക് തോന്നുന്നു. അതുകൊണ്ടായിരിക്കണമല്ലോ ഇങ്ങനെ. നമുക്ക് ആദ്യം വന്ന് തപ്പി 12 വെറുതെ ഒന്ന് കുഴിച്ചോടെ എനിക്ക് കിട്ടി കേട്ടോ ഗൈസ്. അതൊരു നല്ല ഇതായിട്ട് എനിക്ക് തോന്നി. ഈ സ്റ്റോണില്ലേ ഇവിടെ, ഇങ്ങനത്തെ സാധനമുള്ളൂ. ഇതെന്നാ പറയുന്നത്, എന്തോ ഡിയോഡ്രേറ്റ് അങ്ങനത്തെ സാധനമല്ലേ എൻ്റെ പേര്. അറിയിക്കാൻ മറന്നു ചിലപ്പം. ഓക്കെ, അപ്പം നമുക്ക് വീട്ടിലേക്ക് കയറുമ്പോൾ ഗൈസ്. ഇപ്പം കുറേ ലോങ് വീഡിയോ ആയി പോകുമെന്ന് എനിക്ക് തോന്നുന്നു. ഈ ലോങ് വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ബോറടിക്കില്ല ഈ സൗണ്ട് ചെയ്യാൻ. പിന്നെ അങ്ങനെ ലോങ് വീഡിയോ കുഴപ്പമില്ലെങ്കിൽ പറയട്ടെ ഗൈസ്. ഓക്കെ, അപ്പം ഇവിടെ ഒന്നും നമ്മൾ ഇതുവരെ കാണിച്ചിട്ടില്ല ഈ അതാണ് വലിയ കാര്യം കേട്ടോ ഗൈസ്. ഇവിടെ നമ്മൾ ഇതുവരെ ഒന്നും കാണിച്ചില്ല. എന്തെങ്കിലുമൊക്കെ ആക്കാം ഗൈസ്. മൈൻക്രാഫ്റ്റ് ഗൈസ്, എന്തൊക്കെ ആക്കാൻ പറ്റാത്ത ഗൈസ്. അവിടെയൊക്കെ നമുക്ക് ചാർലി കണ്ടേക്കല്ലേ ഗൈസ്. ചാർലി അവിടെ ഉണ്ട്. ഓക്കെ, അപ്പം നമുക്കിവിടെ നമുക്ക് കിട്ടിയ കോൾ സ്റ്റോൺ കാര്യങ്ങളൊക്കെ ഇങ്ങോട്ടങ്ങ് വെച്ചേക്കാം. 56 അങ്ങോട്ട് വെക്കാം. 64 ഓക്കെ, 64 പിന്നെയും ഈ 64 ഇങ്ങോട്ട് വെക്കാം ഗൈസ്. ഈ സാധനം ഇങ്ങോട്ട് വെച്ചിട്ട് ഈ 64 കൂടെ ഇങ്ങോട്ട് വെക്കും. ഇങ്ങോട്ട് വെക്കും. ഇതിൻ്റെ സാധനം ലൈറ്റ് ഗ്രേ പോകുള്ളൂ, അതല്ല ഇങ്ങോട്ട് എടുത്തേ. പിന്നെ ഈ ഡയോഡ്രൈറ്റ് ഒരു ഇങ്ങോട്ടും കൂടെ വെച്ച് 41 ആക്കി. പിന്നെ ഊളൊക്കെ ഇവിടെ ഇരിപ്പുണ്ട്, എന്തിനാണെന്നിവിടെ. പിന്നെന്താണ് ഈ സോഡ് വെക്കാനുള്ളത്? ഇവിടെ പ്രത്യേകിച്ച് നമുക്ക് അതിൽ വന്നത് ലൈറ്റ് ഗ്രേ ബോള് ഒന്നുമില്ല. ഓക്കെ, നമുക്ക് താഴത്തെ പെട്ടിക്കകത്ത് നമുക്ക് 2 പെട്ടി ഇവിടെ ഇരിപ്പുണ്ട് കേട്ടോ. ഓക്കെ, ഫുഡ് ഐറ്റംസ് ആണ് മണ്ടയ്ക്ക്. ഈ താഴത്തെ പെട്ടിക്കകത്ത് ഫുഡ് ഐറ്റംസ് വെക്കാം ഗൈസ്. ഫുഡ് ഐറ്റംസ് അല്ല, അങ്ങനെയുള്ള ടൈപ്പ് സാധനങ്ങളൊക്കെ വെക്കാം. കോപ്പറും കാര്യങ്ങളൊക്കെ ഇങ്ങോട്ട് വരും.
കോപ്പർ ഇഗ്നോട്ട് കുറേ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അത് വെച്ച് തന്നെ ഗുണമെന്ന് എനിക്കറിയാൻ പാടില്ല. ഫുഡൊക്കെ ഇവിടെ ഇരുന്നോട്ടെ. ക്യാമ്പ് ഫയർ അതൊക്കെ അവിടെ ഇരുന്നോട്ടെ. പിന്നെ ഒരു സോഡ് നമ്മുടെ ഉണ്ടായിരുന്നു. ഒരു സോഡ് നമ്മൾ അതെങ്ങനെ ഇവിടെ എത്തി? എനിക്കറിയാൻ പാടില്ല. അതെങ്ങനെ അവിടെ എത്തിയെന്ന് എനിക്കറിയാൻ പാടില്ല സത്യം പറഞ്ഞാൽ. ഓക്കെ എന്തെങ്കിലും കേട്ടോ. ഓക്കെ നമുക്ക് ഏതായാലും ഫുഡ് സാധനങ്ങളൊക്കെ നോക്കാം. ഫെദർ ഇങ്ങോട്ട് പോട്ടെ. പിന്നെ വാട്ടർ ബോട്ടിലുണ്ട്, അത് ഇരിക്കട്ടെ. 2 ബോട്ടിലുണ്ട് കേട്ടോ ഇവിടെ. പിന്നെന്താണ് പിന്നെ സ്ട്രിങ് ഉണ്ട്. സീഡല്ലേ, സീഡ് 50 എണ്ണത്തിൻ്റെ കൊടുത്തി 64 സീഡായി. എൻ്റെ പണി. നമുക്ക് വലിയ ഫാമൊക്കെ തുടങ്ങാം. ഞാൻ പറഞ്ഞ ഗൈസ്, ഫാമും കാര്യങ്ങളൊക്കെ നമുക്ക് തുടങ്ങാൻ പറ്റും. ഓഫ് കോഴ്സ് നമുക്ക് പറ്റും ഗൈസ്. പിന്നെ ഫുഡ് കയ്യിരുന്നോട്ടെ. പിന്നെന്തെങ്കിലും ഉണ്ടോ ഗൈസ് ഇവിടെ വെക്കാൻ? കോളും കാര്യങ്ങളുണ്ട്. ഇവിടെ വെക്കാം നിറച്ചിട്ട്. ഓക്കെ, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെയാണ് ഗൈസ് നമ്മളിലുള്ള. ടോർച്ച് കയ്യിരുന്നോട്ടെ. ഓക്കെ, ഇപ്പോൾ തൽക്കാലം നമുക്ക് ഇവിടെയും കൂടി ഒരു പെട്ടി വെക്കാമെന്ന് എനിക്ക് തോന്നി. ഓക്കെ, ഇതിനകത്ത് നമുക്ക് കുറച്ച് ടൂൾസും കാര്യങ്ങളൊക്കെ വെക്കാം ഗൈസ്. ഇന്ന് രാവിലെ ഇട്ട് ടൂൾസൊക്കെ ഇട്ടിട്ട് വേണം നമുക്ക് പോകാൻ. അപ്പം ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഇവിടെ വെക്കാം. പിക്കാക്സ് ഇവിടെ, ഇത് നിറയ്ക്കാം, മണ്ടക്കത്ത് നിറയ്ക്കാം ഗൈസ്. ഷവല് നമ്മുടെ കൈ മൊത്തം നമ്മൾ ജസ്റ്റ് സെറ്റപ്പ് ആക്കാൻ ഗൈസ്. നമ്മുടെ കൈ മൊത്തം നമ്മൾ ഇതാക്കുവാണ്. അയൺ ഇഗ്നോട്ടൊക്കെ ഇങ്ങോട്ട് പോട്ടെ. കോപ്പർ ഇഗ്നോട്ട് ഇങ്ങോട്ട് പോട്ടെ. ഇനി കോപ്പർ ഇങ്ങോട്ട് പോട്ടെ. പിന്നെ വൂള് ഇവിടെ, ലൈറ്റ് ഗ്രേ വൂള് ഇവിടെ, ഗ്രേ വൂള് ഇവിടെ. 2 ഡോറുണ്ട്, ഡോറ് ഇവിടെ ഇരിക്കട്ടെ. പിന്നെ ഗ്ലാസ് ഇവിടെ വെച്ചിട്ട് ഡോർ ഇവിടെ വെക്കാം. പിന്നെ ഓക്ക് പ്ലാങ്ക്സ് ഉണ്ട്. ഓക്കെ, ഗ്ലാസ് പെയിൻ ഉണ്ട്, അത് ഇവിടെ ഇരിക്കട്ടെ. ഓക്കെ, തൽക്കാലം നമുക്ക് ഇത്ര സാധനം മാത്രം കൈ പിടിക്കാം. നമുക്ക് അടുത്ത വീഡിയോയിൽ നമ്മൾ ഇറങ്ങാൻ നേരത്തെ ഇതൊക്കെ കയ്യിലോട്ട് എടുക്കാം. ഓക്കെ, അപ്പോൾ അത്രയാണ്. ഓക്കെ, നമ്മൾ ചാളീനെ കൂട്ടിക്കെട്ടാൻ സമയം. ചാളീനെ കൂട്ടിക്കെട്ടാൻ പോകുമ്പം എന്തൊക്കെ വരുമെന്ന് നമുക്ക് അറിഞ്ഞൂടാ. ചാളീനെ കൂട്ടിക്കെട്ടായിരുന്നു. അതിനും പുറത്താരെങ്കിലും ഉണ്ടോ നോക്കിയിട്ട് വരാം ഗൈസ്. പുറത്താരും ഇല്ല. വേഗം ചാളീനെ വേഗം കൊണ്ടുവിടാം. ചാളി കമോൺ ചാളി. ഇപ്പോൾ പോയിട്ടുണ്ടെങ്കിൽ നിനക്ക് അവിടെ ചാടിയേക്കാം. കമോൺ ചാളി. എന്തിടേ ചാളി അവിടെ നിൽക്കുന്നു? അങ്ങനെ ഓക്കെ, അവിടെ കെട്ടിയിട്ടുണ്ട്. എൻ്റെ അമ്മ കൊല്ലി. എൻ്റെ മോനെ, നമ്മളെ കൊല്ലാൻ വേണ്ടി സോംബിയൊക്കെ വന്നു. അയ്യോ, അടുത്തിപ്പോൾ വരും. അതാ. അയ്യോ, എനിക്ക് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്കിവിടെ നിൽക്കേണ്ട കേസ്. അയ്യോ, എൻ്റെ മോനെ ഇപ്പോൾ കിടന്നുറങ്ങാനും പറ്റത്തില്ല. മോൺസ്റ്റേഴ്സ് ഉണ്ട് പുറത്ത്. അപ്പം ഇപ്പോൾ ഉണ്ട് കേസ്. അപ്പോൾ ആളും എടുത്തോണ്ടെങ്കിൽ ഇറങ്ങിയാലും നമുക്ക് അവനെ കൊന്നേക്കായിരുന്നു. കൊന്നാല് ഇങ്ങോട്ട് കയറി ഞാൻ പറയാം. കയറി വാടാ. എൻ്റെ നമുക്ക് ആർമറും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടോ. എനിക്ക് ആ ലെതറിൻ്റെ ആർമറും കാര്യങ്ങളും വേണമായിരുന്നു. അതാ ഞാൻ എല്ലാം പോയതൊക്കെയാണ്. എന്നാലും കുഴപ്പമില്ല, ഇതൊന്നുമില്ല, നമുക്കങ്ങ് ഇട്ടേക്കാം. നമ്മുടെ ബൂട്ടും കാര്യങ്ങളൊക്കെ പോയായിരുന്നു. അപ്പോൾ പിന്നെ ഇട്ടേക്കാന്ന് വിചാരിച്ചാൽ തൊപ്പി കിട്ടിയില്ലേ? നമുക്ക് തൊപ്പി കിട്ടിയില്ല. ഒരു വല്ലാത്തൊരു ഇതായി പോയി. നമുക്ക് തൊപ്പിയൊന്നും കിട്ടിയില്ല. അതിലായിട്ട് കിട്ടിയത് കൊണ്ട് പോകും. വാലടച്ചില്ല. ഓക്കെ, സെറ്റ്. അപ്പം നമുക്ക് ഏതായാലും കിടന്നുറങ്ങണം. അപ്പം സെറ്റപ്പ് ആവണം ഗൈസ്. അപ്പം ഏതായാലും അപ്പം അടുത്തൊരു വീഡിയോ പിന്നെ ഞാൻ കാണാൻ ഗൈസ്. ആ വീഡിയോ ഉണ്ടായാലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യാത്തതുകൊണ്ട് ഷെയർ ചെയ്ത് എല്ലാവരും സബ് ചെയ്ത്. പിന്നല്ല അപ്പം പറഞ്ഞ് സബ് ചെയ്ത് എല്ലാവരും സപ്പോർട്ട് ചെയ്ത്. ഓക്കെ, അപ്പം അടുത്തൊരു വീഡിയോ പിന്നെ കാണാൻ ഗൈസ്. ഈ വീഡിയോ ഉണ്ട് എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്. അപ്പം എല്ലാം സബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പം എല്ലാവർക്കും പിന്നെ കാണാം. ഓക്കെ, ബൈ.